നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹൃദ്രോഗ ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് പെരിഞ്ഞനം ഹോമിയോപ്പതിക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റായ ഡോക്ടർ മുഹമ്മദ് അൻസാറാണ്. ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക്. സാധാരണയായി ഏതൊക്കെ തരം ഹൃദ്രോഗങ്ങൾക്കാണ് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുള്ളത്? ഇന്ന് പലപ്പോഴും ഹോമിയോപ്പതി ഹൃദ്രോഗ ചികിത്സയ്ക്ക് പര്യാപ്തമാണ് എന്നത് സാധാരണക്കാരന് പലർക്കും അറിയാത്തൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെല്ലാം അസുഖങ്ങൾ കൃത്യമായി ചികിത്സിക്കാൻ കഴിയും എന്നതും അറിയേണ്ടതുണ്ട്. അതിൽ ഇന്ന് വ്യാപകമായി കാണുന്ന ഹൃദയാഘാതം, അതുപോലെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അതുപോലെ നമ്മൾ വാൽവിൻ്റെ കംപ്ലൈൻറ്റുകൾ, വിവിധ വാൽവുകൾക്ക് വരുന്ന കംപ്ലൈൻറ്റുകൾ, കാർഡിയോമയോപ്പതി. ഇന്ന് പലപ്പോഴും പല ചികിത്സകളും ഫലിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അതായത് അനിയന്ത്രിതമായ ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, അതുപോലെ തന്നെ കുറഞ്ഞു പോവുക. അപ്പോൾ ഇതെല്ലാം, അതുപോലെ കാർഡിയോമയോപ്പതി എന്ന അസുഖം, ഇത്തരം അസുഖങ്ങളെ ഹോമിയോപ്പതിയിലൂടെ ചികിത്സിച്ച് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താനും വാൽവുലാർ ഡിസീസുകളൊക്കെ പൂർണ്ണമായും മാറ്റാനും സാധിക്കും. അതാണ് അതിനുള്ള ഒരു പ്രധാന നേട്ടം എന്ന് പറയുമ്പോൾ, ഒരു പാർശ്വഫലങ്ങളില്ലാതെ ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ഒരു സമ്പൂർണ്ണ ചികിത്സ പ്രാപ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ളൊരു വിഭാഗമാണ് ഹൃദയാഘാതം. ഹൃദയാഘാതത്തിനുള്ള ഹോമിയോ ചികിത്സ എന്തൊക്കെയാണ്? ഹൃദയാഘാതത്തിൽ സാധാരണ സംഭവിക്കുന്നത് പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഹൃദയഭിത്തികളിലുണ്ടാകുന്ന ബ്ലോക്ക്, അതായത് രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം മൂലം ഹൃദയഭിത്തിയിലുണ്ടാകുന്ന അപജയത്തെയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഈ ഹൃദയാഘാതത്തിന് അവിടെ ഒരു റിപ്പയറിംഗ് മെക്കാനിസമാണ് ആവശ്യം. ഈ റിപ്പയറിംഗ് മെക്കാനിസം മരുന്നിലൂടെ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ബ്ലോക്ക് വന്ന ധമനികൾക്ക് സമാന്തരമായി മരുന്ന് നൽകുന്നതിലൂടെ ആ സമാന്തരമായ പുതിയ ധമനികൾ രൂപപ്പെടാൻ ഹോമിയോപ്പതി മരുന്നിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം അസുഖം വന്ന് ഹൃദയഭിത്തികൾക്ക് കേട് വന്നിട്ടുള്ള, അതായത് പ്രവർത്തനരഹിതമായ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഹൈപ്പോകൈനറ്റിക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന, അത് നമ്മൾ സ്കാൻ ചെയ്ത് എക്കോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫൈൻഡിങ്സ് നമുക്ക് ദീർഘനാൾ ഹോമിയോ മരുന്ന് കൊടുക്കുന്നതിലൂടെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ഹൃദയാഘാതം വന്നു കഴിയുമ്പോൾ ഒരു ഹാർട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ പമ്പിങ് മെക്കാനിസം കുറയുകയും അതിൻ്റെ പെർസെൻറ്റേജ് കുറയുകയും അതിലൂടെ ക്ഷീണം സംഭവിക്കുക, കിതപ്പ് സംഭവിക്കുക എന്നൊക്കെ വരും. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. സാധാരണയായിട്ട് ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ ആണ്. ഈ കൊളസ്ട്രോൾ അമിതമായ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഹോമിയോപ്പതി എന്തെല്ലാം മാർഗങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? കൊളസ്ട്രോളിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ഒരു അസുഖമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. കൊളസ്ട്രോൾ ഏതൊരാൾക്കും അത്യാവശ്യം വേണ്ടുന്നൊരു ഘടകമാണ്. അതായത് സെൽ മെക്കാനിസത്തിനും സെല്ലുകൾ രൂപപ്പെടുന്നതിനും ശരീരത്തിലെ ഒത്തിരി ഹോർമോൺ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ ഒരുപാട് ധർമ്മങ്ങൾ ആവശ്യമുള്ള ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഇതിൽ തന്നെ HDL, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്സ് എന്നീ പറഞ്ഞ ഘടകങ്ങളുണ്ട്. ഇതിനെ നമ്മൾ HDL കൂടുന്ന അവസ്ഥ ഉണ്ടാവണം, അതുപോലെ LDL ക്രമീകരിച്ച് നിർത്തണം. ഒരിക്കലും LDLനെ നശിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, അതിനെ ക്രമീകരിച്ച് നിർത്തുക. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിനെ ക്രമീകരിച്ച് നിർത്തുക. ഇതിലെല്ലാം ഉപരി ഇത് എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? ഒരു മെറ്റബോളിക് ഡിസോർഡറാണ് അവിടെ രൂപപ്പെടുന്നത്. ഈ മെറ്റബോളിക് ഡിസോർഡർ രൂപപ്പെടുമ്പോൾ ഒരു കൊളസ്ട്രോൾ കൂടുന്നതിന് തൊട്ട് മുമ്പ് പലപ്പോഴും ആ രോഗിയിൽ യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ആ രോഗിയിൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ രൂപപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കുറയ്ക്കാനും അതിനെ നിയന്ത്രിക്കാനും പറ്റുന്ന മരുന്നുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ കേവലം ഈ മെറ്റബോളിക് ഡിസോർഡർ ഇല്ലാതാക്കിക്കൊണ്ട് ശരീരത്തെ തന്നെ
ഈ കൊളസ്ട്രോൾ അധികരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെ നിയന്ത്രിക്കാൻ പര്യാപ്തമാക്കും. ഓക്കെ. അതിന് പര്യാപ്തമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഒരിക്കലും നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ശരീരത്തിൻ്റെ വൈറ്റൽ ഫോഴ്സിനെ, ശരീരത്തിൻ്റെ രോഗ പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിൽ മരുന്നുകൾ പ്രവർത്തിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമായി നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ പലപ്പോഴും നമുക്ക് ബ്ലോക്കൊന്നും രൂപപ്പെടുന്നില്ല. നമ്മുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളിലോ രക്തസഞ്ചാരം വളരെ ക്രമമായി റിതമിക്കായി നിലനിർത്താൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ബാറുന്നാണ് വിളിക്കുന്നത്. പറയൂ. അപ്പൊ എന്റെ പേര് ഫിറോസ് എന്നാണ്. ഞാനിങ്ങനെ രാവിലെ ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ ചില സമയത്ത് നെഞ്ഞിന്റെ വലതുഭാഗത്ത് ഒരു ചെറിയൊരു വേദന പോലെ ആണ് ഉണ്ടായിരുന്നത്. അത് എന്തെങ്കിലും അറ്റാക്കിന്റെ എന്തെങ്കിലും? അല്ല, നെഞ്ചിന്റെ വലതുഭാഗം. ഹലോ പറയൂ. സാർ, അതെന്തെങ്കിലും അറ്റാക്കിന്റെ അങ്ങനെ? ഞങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വയസ്സ് 33 വയസ്സാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു സംശയിക്കാൻ വിളിച്ചായിരുന്നു. ഇല്ല, ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് കാണുന്നത് അല്ലേ? അതെ, എണീറ്റ വേണം. ഭക്ഷണം കഴിച്ചൊരു വലതുഭാഗത്ത് ചെറിയൊരു പേര് പോലെ വലതുവശത്താണ്. ആദ്യം ഗ്യാസ് ആയിരിക്കും വിചാരിച്ചു. പിന്നെ ഇടക്കിടക്ക് മാത്രം ഉണ്ടാവില്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇടക്കിടക്ക് മാത്രം. എന്തായാലും നെഞ്ചിന്റെ ഒരു പ്രത്യേക ഭാഗത്തുണ്ടാകുന്ന ഒരു സ്പെസിഫൈഡ് പെയിൻ ഒരിക്കലും ഹൃദയാഘാത സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് അതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇനി കൂടുതൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോളും ഷുഗറും അതിന് അനുബന്ധമായ കുറച്ച് ടെസ്റ്റുകളും ചെയ്തു നോക്കുക എന്നുള്ളത് നല്ലതാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. 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 ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറല്ലേ? അതെ, ചോദിക്കൂ ഡോക്ടറോട്. പറയൂ. അതെ ഡോക്ടറെ, ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു 32 വയസ്സുള്ളൊരു യുവാവാണ്. പറഞ്ഞോളൂ. എനിക്ക് ഒരു വർഷം മുമ്പ് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അങ്ങനെ വേദനയും അതോടൊപ്പം തന്നെ ചില ടെൻഷനൊക്കെ, ചെറിയ തോതിലൊക്കെ ചെറിയൊരു ടെൻഷനുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഉള്ളൊരു രീതിയിലാണ്. അങ്ങനെ ചെസ്റ്റിനൊക്കെ ചെറിയൊരു വേദന കാണാറുണ്ട്. അങ്ങനെ ആയിട്ട് ഞാനൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഇവിടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ ECG എടുത്തു. അതിനുശേഷം ഫസ്റ്റ് 1-2 ഗുളികയൊക്കെ തന്നു. അതിനുശേഷം അതുപോലെ തന്നെ ഉണ്ടായപ്പോൾ ഞാൻ വീണ്ടും പോയി ഡോക്ടറെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞ് അവര് ECG എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ECG എടുത്തപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്, നമുക്കൊന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതിന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവര് എനിക്ക് റിസൾട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് തന്നു. അങ്ങനെ അവര് അവിടുന്ന് ടെസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ട്രോപ്പോനിൻ എന്ന് പറഞ്ഞ ഒരു ബ്ലഡിന്റെ ടെസ്റ്റാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ വേറൊരാളോട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞത് തൊട്ടടുത്തൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നു പറഞ്ഞപ്പോ അപ്പുറത്ത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു അങ്ങനെയുള്ള യാതൊരു പ്രശ്നം എനിക്ക് അങ്ങനൊന്നും ഇല്ല, വെറും ബ്ലഡ് അങ്ങനെ ഒരു സ്ഥലത്ത് കാണിച്ചപ്പോ പറഞ്ഞു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന്. അല്ല, ഇപ്പൊ എന്താണ് അറിയേണ്ടത്? ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്താണ് അറിയേണ്ടത്? അറിയേണ്ടത് ചെറിയ തോതിൽ ചെസ്റ്റിന് ഇങ്ങനെ ഒരു വേദന നിൽക്കുന്നുണ്ട്. അപ്പൊ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത ടെസ്റ്റുകളൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മറ്റേ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. മറ്റെന്താണെന്നുള്ളത് ഒരു ഫിസിക്കൽ എക്സാമിനേഷനോടുകൂടി അല്ലെങ്കിൽ ഒരു പരിശോധനയിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വരുന്ന സമയത്ത് ഒരു നല്ല ഹോമിയോ ഡോക്ടറെ സമീപിക്കാം. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ മാഡം, നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ. പറയൂ. നമസ്കാരം സാറേ. സാറ് കാലിക്കട്ടുന്ന രാജീവാണ് വിളിക്കുന്നത് സാറേ. സാറേ, എനിക്ക് വേർപ്പൊക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ നടന്നിട്ട് കുറച്ച് വേർപ്പൊക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ അത് മൂക്കടപ്പ് വരുന്നുണ്ട്. കൂടാതെ അത് തൈമസിലിന്റെ ജോയിന്റിന് പുറത്തായിട്ട് മസിലില് വീക്കം പോലെ ഉള്ളില്, പുറത്തേക്കൊന്നും തോന്നുന്നില്ല. അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ എന്തായാലും ചെയ്യാം സാറേ? നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹൃദ്രോഗങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ എന്തായാലും ഒരു ഹോമിയോ ഡോക്ടറെ കാണുക, അത് നേരിട്ട് കണ്ടിട്ട് അതിന് വേണ്ട ഒരു പരിഹാരം തേടുക. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഓക്കെ. ഹലോ. 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 ആ കോളർ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്
പ്രമേഹ രോഗികളുടെ ഹൃദയ സംരക്ഷണം എങ്ങനെയാണ് ഹോമിയോപ്പതി നിരീക്ഷിക്കുന്നത്? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് കൊളസ്ട്രോളിനേക്കാളും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഡയബറ്റീസ്. ഈ ഡയബറ്റീസ് വർദ്ധിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഡയബറ്റീസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ രോഗിയിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് രൂപപ്പെടുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിയുമ്പോൾ ഈ രോഗിയിൽ മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സിനും കാരണമാകുന്നു. അതേപോലെ യൂറിക് ആസിഡ് കൂടുക, ഞാൻ നേരത്തെ പറഞ്ഞു, എന്നിട്ടാണ് കൊളസ്ട്രോൾ കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒത്തുചേരുമ്പോഴാണ് പലപ്പോഴും ഹൃദയാഘാതത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ നിരന്തരം ഷുഗറിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഹൃദയധമനികളിലെ ചെറിയ ധമനികൾ തൊട്ട് വലിയ ധമനികൾ വരെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി, വികസിത ഒരു പ്രക്രിയയുണ്ട്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ രക്തം ആവശ്യമുള്ള സമയങ്ങളിൽ വ്യാസം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ബ്ലഡിനെ എത്തിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ ഹൃദയധമനികൾക്കും എല്ലാ ധമനികൾക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഡയബറ്റിസ് കൂടുന്നതിലൂടെ അതിൻ്റെ ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു കഴിവ് സ്വാഭാവികമായും നഷ്ടപ്പെടാം. ഈ ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഹൃദയാഘാതം പോലുള്ള, അതായത് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വളരെ ക്ഷോഭം വരുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഉള്ളൊരു മെൻ്റൽ ഷോക്കോ, ഇതെല്ലാം അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന അവസ്ഥ, ഇതെല്ലാം ഒരു ഹൃദയാഘാതത്തിലേക്ക് നയിക്കുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡയബറ്റീസിനെ നിർബന്ധമായും നിയന്ത്രിച്ച് നിർത്തണം. ഡയബറ്റിക് ഹിസ്റ്ററിയുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട രോഗിയാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, പലപ്പോഴും ഡയബറ്റിസ് മരുന്ന് കഴിക്കുകയും ഒപ്പം തന്നെ മധുരം കഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് കൂടി വരുന്നു. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അത് കൂടുതൽ മാരകമായ അസുഖങ്ങളിലേക്ക്, അതായത് വൃക്ക രോഗങ്ങളിലേക്ക് നയിക്കും. ഇന്ന് സാധാരണ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് തുടങ്ങി ഒരു 5, 8, 10 വർഷം കഴിയുമ്പോൾ അവരിൽ വൃക്കരോഗത്തിന് കാരണമാകും. ഈ വൃക്കരോഗം വന്നു കഴിയുമ്പോൾ ഈ പേഷ്യൻറ്റിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം. എന്നാൽ വളരെ വ്യക്തമായി പറയാം, വൃക്കരോഗികൾക്കും അവരുടെ ആ വൃക്കയുടെ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ഹോമിയോ ഔഷധങ്ങൾ ലഭ്യമാണ്. അത് ചികിത്സ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് നിർത്താം. ഒരിക്കലും വൃക്ക രോഗികളായവരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം, പക്ഷേ മരുന്നില്ലാതെ നിർത്താൻ പറ്റില്ല. ഒരു പരിപൂർണ ഒരു രോഗമുക്തി എന്നല്ല നമ്മൾ പറയുന്നത്. എന്നാൽ അതിനെ മാനേജ് ചെയ്ത് നിർത്താൻ, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മാനേജ് നിർത്താൻ ഹോമിയോപ്പതിയിലൂടെ സാധിക്കും. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. പറയൂ. വേറെ അസുഖങ്ങളൊന്നുമില്ല. കൊളസ്ട്രോൾ 260, 240 അങ്ങനെയായിട്ട് നിൽക്കുന്നത്. യൂറിക് ആസിഡ് കൂടുതലുണ്ടോ? യൂറിക് ആസിഡ് നോക്കിയിട്ടുണ്ടോ? യൂറിക് ആസിഡ് നോക്കിയിട്ടില്ല. ഇല്ല, അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. കൊളസ്ട്രോൾ 240, 260. 260 പിന്നെ നോർമല്. ട്രൈഗ്ലിസറൈഡ്സ് എത്രയുണ്ട്? ട്രൈഗ്ലിസറൈഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് HDL കൂടണം, LDL കുറയണം. ഒരു 240 ഒക്കെ ഉള്ള പേഷ്യൻ്റ് സാധാരണ ചെയ്യേണ്ടത് മരുന്നുകൾ തുടങ്ങുക എന്നുള്ളതല്ല. അതിനപ്പുറം ഭക്ഷണ രീതി ക്രമീകരിക്കുക, കൂടുതൽ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുക, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഒഴിവാക്കുക. അതായത് കൊഴുപ്പിൻ്റെ അംശം, റെഡ് മീറ്റ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക. പിന്നെ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. പിന്നെ അത്യാവശ്യം വ്യായാമം ചെയ്യുക, ഒന്ന് നടക്കുക അല്ലെങ്കിൽ നീന്താൻ സാധിക്കുമെങ്കിൽ നീന്തുക ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം മാത്രം 1 മാസം കൃത്യമായ ഈ ഒരു രീതി ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് കഴിക്കുന്ന റൈസ് വളരെ ഉപദ്രവം ചെയ്യുന്നതാണ്. ആ റൈസ് കുറയ്ക്കുക. ഇതിൽ
കൊളസ്ട്രോൾ രോഗികൾക്ക് വളരെ ആശ്വാസം, അതായത് HDL വർദ്ധിക്കാനും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും പറ്റുന്ന ഒന്നാണ് മുട്ട. അത് മുട്ട മഞ്ഞക്കര ഉൾപ്പെടെ കഴിക്കണം. പല ഡോക്ടർമാരും മഞ്ഞക്കര ഉപേക്ഷിക്കാൻ പറയും, പക്ഷേ മഞ്ഞക്കര ഉൾപ്പെടെ കഴിച്ചാൽ മാത്രമാണ് അതിന് വ്യക്തമായ ഒരു ബെനിഫിറ്റ് പേഷ്യൻറ്റിന് കിട്ടുകയുള്ളൂ. ഒരിക്കലും അങ്ങനെ കഴിക്കുന്നവർക്ക് അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുകയോ ഹൃദയാഘാതം വരികയോ ചെയ്യില്ല. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകയുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. പറയും. എനിക്ക് യാത്രയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കാനാണ്. പറയും. എന്റെ മോന് 3 മാസമേ ആയിട്ടുള്ളൂ. 3 മാസം. അവന് ഇതേമാതിരി എക്കോ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു ഡോക്ടർമാര്. അങ്ങനെ ചെയ്തപ്പോ അവന്റെ റിസൾട്ടിൽ വന്നത് ഞാൻ വായിക്കട്ടെ ഒരു സെന്റൻസ്. സ്മാൾ സബ് ഓർട്ടിക് VSD വിത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് എന്നാണ് വന്നത്. ഇതിലെ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിൽ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആയതുകൊണ്ട് ഈ കുട്ടിക്ക് അധികം ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ അതിന്റെ സൈസ് എഴുതിയിട്ടുണ്ടോ? സൈസ് പീക്ക് ഗ്രേഡിയന്റ് വന്നിട്ട് 64 mm Hg എന്ന് എഴുതിയിട്ടുണ്ട്. 64 mm. അത് Hg. അത് കറക്റ്റ് സൈസ് ആയിരിക്കില്ല. 64 മില്ലിമീറ്റർ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഉണ്ടാവുന്ന അവസ്ഥ വളരെ ഉണ്ടാവില്ല. അത് അതിൻ്റെ സൈസ് ആയിരിക്കില്ല. എനിവേ ഈ കുട്ടിക്ക് ഇപ്പോൾ വേറെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കഫക്കെട്ടുണ്ട്. കഫക്കെട്ട്. അതല്ലാതെ കുട്ടി നീലനിറമൊന്നും ആവുന്നില്ലല്ലോ കരയുമ്പോഴൊന്നും? ഒരിക്കലും ഈ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണെങ്കിൽ പേടിക്കേണ്ടതില്ല. ഈ കുട്ടിയുടെ വളർച്ചയിൽ തന്നെ 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ അത് ഗ്രാജ്വലി അത് അടയും. അതിനൊന്ന് സ്പീഡാക്കാൻ വേണമെങ്കിൽ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. അതിന് നല്ല ചികിത്സ ഹോമിയോപ്പതിയിലുണ്ട്. ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. പറഞ്ഞോളൂ. ഹലോ, ഞാൻ കടമ്പനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, അടൂർ കടമ്പനാട്. പറഞ്ഞു. ഞാൻ വിളിച്ചത് എനിക്ക് ഗ്യാസിന്റെ രീതിയിൽ അസുഖം പോലെ വന്നു. അങ്ങനെ സ്കാൻ ചെയ്ത സമയത്ത് പിത്തസഞ്ചിയിൽ കല്ലാണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അതിന് വല്ല ഹോമിയോയിൽ വല്ല ട്രീറ്റ്മെന്റ് ആയിട്ട് വല്ല ഉണ്ടോ? കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ 293 ആയിരുന്നു, HDL 49 ആയിരുന്നു, LDL 193 ആയിരുന്നു. അപ്പോൾ കൊളസ്ട്രോളിന് എന്തായാലും ഫുഡ് കൺട്രോളും വേണം, അതിനോടൊപ്പം തന്നെ മരുന്നും ആവശ്യമുണ്ടാവും. ഇപ്പം എത്ര വയസ്സ് നിങ്ങൾക്ക്? കല്ലാണെന്ന് പറഞ്ഞു. ഗോൾ സ്റ്റോണിന് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ പിത്തസഞ്ചി ആക്റ്റീവ് ആണോ എന്ന് നോക്കണം. ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ മരുന്ന് കഴിച്ചാൽ അതിന് വേണ്ട രീതിയിലുള്ളൊരു റെസ്പോൺസ് കിട്ടാറുള്ളൂ. ആക്റ്റീവ് അല്ലാത്ത ഗോൾ ബ്ലാഡറിൽ പലപ്പോഴും നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അത് ആക്റ്റീവ് ആണെങ്കിൽ മരുന്ന് കഴിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ ഡോക്ടർ, ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? അതിന് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ് മൂലമാണ് ഇന്ന് വാൽവുകൾ കംപ്ലയിൻറ്റ് വരുന്നത്. ഈ വാൽവുലാർ കംപ്ലയിൻറ്റിൽ ഏറ്റവും അധികം മൈട്രൽ വാൽവിനാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. ഇത് ആദ്യം സംഭവിക്കുന്നത് ത്രോട്ട് ഇൻഫെക്ഷൻ, ഒരു സ്ട്രെപ്റ്റോകോക്കി എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ത്രോട്ട് ഇൻഫെക്ഷൻ്റെ പരിണിത ഫലമായിട്ട് റിക്കറൻ്റായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നവരിൽ കാണുന്ന ഒരു അസുഖമാണ്. അത് കുട്ടികളിലുണ്ടാവാം, വലിയവരിലുണ്ടാവാം, അങ്ങനെ ഒരു എല്ലാ ആളുകളിലും ഇത് വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈട്രൽ വാൽവിലെ പ്രത്യേകതരം ഒരു നോഡ്യൂൾ ഫോം ചെയ്തിട്ട് ആ മൈട്രൽ വാൽവ് ഒരു ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. ഇതിനെ നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ വ്യക്തമായ എവിഡൻസോട് കൂടിയാണ്. നമുക്ക് എപ്പോഴും ഒരു എക്കോ എടുത്ത് നോക്കിയാൽ ഇത് ശരിയായോ ഇല്ലേ എന്ന് മനസ്സിലാക്കാം. 6 മാസത്തെ 1 ഇയറിലോ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതി കൊണ്ട് വളരെ നല്ല രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളിൽ പലപ്പോഴും ഇത് വാൽവ് മാറ്റി വെക്കണമെന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതില്ലാതെ തന്നെ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ഹോമിയോപ്പതിയിലൂടെ സാധ്യമാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ 2009 ബൈപ്പാസ് സർജറി ചെയ്താണ്. അത് ഇപ്പൊ ഇംഗ്ലീഷ് മെഡിസിനാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അത് ഹോമിയോയിലേക്ക് മാറാൻ പറ്റുമോ? 2009 അല്ലേ? ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങളെ പ്രശ്നങ്ങൾ?
ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. ഇപ്പം എത്ര വയസ്സുണ്ട്? വയസ്സ് 63. 63. അപ്പം ചെയ്യേണ്ടത് ഇപ്പം കഴിക്കുന്ന മരുന്നുകൾ ചിലതൊക്കെ നിർത്തേണ്ടി വരും. അതിന് പാരലായിട്ട് ഹോമിയോ ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജുവലായിട്ട് മറ്റു മരുന്നുകളെ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഹോമിയോ ഡോക്ടറെ കാണിച്ചാൽ മതി. അത് എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നില്ല. ചെയ്യുന്ന ഡോക്ടേഴ്സ് ആരാണെന്ന് നോക്കിയിട്ട് അവരുമായിട്ട് സമീപിക്കുക. കണ്ണൂര്. ഓക്കെ ഡോക്ടർ, കാർഡിയോമയോപ്പതിക്ക് ഹോമിയോ ചികിത്സ എത്രമാത്രം ഫലപ്രദമാണ്? കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായൊരു ആരോഗ്യ പ്രശ്നം. കാരണം ഹൃദയപരാജയം, ഹൃദയഭിത്തികൾ ഒട്ടും പ്രവർത്തിക്കാതെ അവസ്ഥ, അതിലൂടെ ഹാർട്ട് ഫെയിലിയർ വരിക. അത് രോഗിയിലുണ്ടാക്കുന്ന രോഗലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ കിതപ്പ്, വളരെയധികം ക്ഷീണം, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ രോഗിയെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ ഹോമിയോ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ ആ ഹൃദയഭിത്തികളിലെ പേശികൾക്ക് വളരെ ക്രമമായി അതിനെ പുനർജീവിപ്പിക്കാൻ സാധ്യമാണ്. അത് അപ്പോൾ സാധാരണ കാണുന്ന ഈ കാർഡിയോമയോപ്പതിയിലുണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ ഒരു ദീർഘനാളത്തെ ചികിത്സ കൊണ്ട് അതിനെ ഏറ്റവും ലഘൂകരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഈ ഹോമിയോ ചികിത്സ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് രോഗികൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത്, ഹോമിയോ ചികിത്സ എടുക്കുമ്പോൾ ഈ ഹോമിയോ ചികിത്സകൻ ക്വാളിഫൈഡ് ആണോ, എഡ്യൂക്കേറ്റഡ്, അതായത് ഇന്നത്തെ ഈ പാഠ്യപദ്ധതി പ്രകാരം മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച് ബിരുദമോ ഉള്ള ആളാണോ എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം ചികിത്സ എടുക്കുക. അതുകൂടാതെ മറ്റ് ചികിത്സാ രീതികളിൽ നിന്ന് വരുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നതിലൂടെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നില്ല. പല രോഗികളും മരുന്ന് കൊണ്ടുപോയി പലപ്പോഴും വിളിക്കാറുണ്ട്, ഡോക്ടറെ ഈ മരുന്ന് കഴിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, വേറൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, അങ്ങനെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയിൽ ഉണ്ടാകാറില്ല. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറയുന്ന കാലമത്രയും മരുന്ന് കൃത്യമായി കഴിക്കുക, കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. ഓക്കെ, എല്ലാ രോഗങ്ങളുടെയും പോലെ തന്നെ ഹൃദ്രോഗത്തിലും പ്രിവെൻഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പ്രിവെൻഷന് വേണ്ടി ഹോമിയോപ്പതി മുന്നോട്ട് വയ്ക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ പ്രിവെൻഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ഫാമിലിയിൽ ഹൃദ്രോഗ സാധ്യതയുള്ള ഫാമിലി ആണെങ്കിൽ അവരെ വ്യക്തമായി മോണിറ്റർ ചെയ്യണം. ഓരോ ഇടവിട്ട കുറച്ച് നാളുകൾക്ക് ഇടയ്ക്കിടെ രക്തപരിശോധന, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം നിർബന്ധമാണ്. അതുപോലെ തന്നെ എക്സസൈസ് നിർബന്ധമാണ്. ഇതൊരു എബവ് 40 ഇയേഴ്സിലുള്ള എല്ലാവരും ക്രമമായി ചെയ്യണം. അതുകൂടാതെ ഇത്തരം ഹിസ്റ്ററി ഉള്ളവർ തീർച്ചയായിട്ടും വളരെ വിജിലൻ്റ് ആയിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഡോക്ടർ പറയുകയുണ്ടായി ഭക്ഷണ ക്രമീകരണം ഒരു പ്രധാന ഘടകമാണെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണം എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. നമ്മൾ ഇന്ന് ഏറ്റവും അധികം സ്റ്റാർച്ചി ഫുഡാണ് കഴിക്കുന്നത്. ഈ സ്റ്റാർച്ചി ഫുഡ് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് റിച്ച് പ്രോട്ടീൻ ഫുഡും ലോ ഫാറ്റി ഫുഡും കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫിഷ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന്. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.